What will you do if you found that the person whom you love the most is a demon? നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ദിവസം നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ ഒരു പിശാചാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? Let us start the story. Once, there lived a young man in China who decided to set up a medical shop using all the money he had. പണ്ടൊരിക്കൽ ചൈനയിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അവൻ്റെ സകല സമ്പാദ്യം വെച്ചിട്ട് ഒരു വൈദ്യശാല തുടങ്ങാൻ തീരുമാനിച്ചു. ബട്ട് ഓൺ ദാറ്റ് ഡേ ഹി വാസ് സപ്പോസ് ടു ഓപ്പൺ ദ മെഡിക്കൽ ഷോപ്പ്. എ പാൻഡമിക് സ്ട്രൂക്ക് ഹിസ് ഏരിയ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് കില്ലിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ അവൻ ആ വൈദ്യശാല തുടങ്ങേണ്ട ആ ദിവസം തന്നെ അവൻ്റെ നാട്ടിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് ആക്ച്വലി കൈൻഡ് ഓഫ് എ ഗുഡ് ന്യൂസ് ഫോർ ഹിം ബിക്കോസ് ഹി ക്യാൻ നൗ സെൽ ദ മെഡിസിൻ ആൻഡ് ബി ഗെറ്റ് റിച്ച് യൂസിങ് ദാറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനൊരു നല്ല വാർത്ത മുതലാണ്. കാരണം ഇപ്പോൾ അവന് മരുന്നൊക്കെ വിറ്റിട്ട് അത് ഉപയോഗിച്ച് നല്ലതായിട്ട് ധനികനാകാൻ പറ്റും. ബട്ട് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ മെഡിസിൻ ഇൻ ഹിസ് സ്റ്റോക്സ് വിച്ച് വർ ബീയിങ് സപ്ലൈഡ് ബൈ ഹിസ് ഫോമർ ബോസ് വർ ആക്ച്വലി സ്റ്റെയിൽ ഓർ വർ ഓഫ് ഇൻഫീരിയർ ക്വാളിറ്റി. പക്ഷേ അവന് മനസ്സിലായി അവൻ്റെ കയ്യിലുള്ള മരുന്നുകളെല്ലാം അവൻ്റെ പഴയ മുതലാളി അവന് കൊടുത്ത മരുന്നുകളാണ്, അതൊക്കെ ഒന്നിനും കൊള്ളത്തില്ലാത്ത മരുന്നുകളാണ് അവന് മനസ്സിലായി. Then his wife came to his rescue and asked him whether he loved her. അന്നേരം അവൻ്റെ ഭാര്യ അവൻ്റെ രക്ഷയ്ക്കായിട്ട് വന്നിട്ട് അവനോട് ചോദിച്ചു അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ടു വിച്ച് ഹി റിപ്ലൈഡ്, ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഞാൻ നിന്നെ ഈ ലോകത്തിൽ എന്തിനേക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അവൾക്ക് മറുപടി കൊടുത്തു. ഹിസ് വൈഫ് സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ് ടു ഹിം ദാറ്റ് ഐ വിൽ കറക്റ്റ് ദിസ് മെഡിസിൻ ബട്ട് വൺ കണ്ടീഷൻ, യു ഷാൽ നെവർ ആസ്ക് മീ ഹൗ ഐ ഡിഡ് ഇറ്റ്. അവൾ ചിരിച്ചുകൊണ്ട് അവന് മറുപടി പറഞ്ഞു, ഞാൻ ഈ മരുന്നെല്ലാം ശരിയാക്കാം, പക്ഷെ നീ എന്നോട് ഒരിക്കലും ചോദിക്കില്ല ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ള കാര്യം. The young man agreed and his wife repaired the medicines. ആ ചെറുപ്പക്കാരൻ അവന് സമ്മതിക്കുകയും അവൻ്റെ ഭാര്യ ആ മരുന്ന് എങ്ങനെയോ അത് ശരിയാക്കുകയാണ് ചെയ്തത്. എങ്ങനെയോ ശരിയാക്കി. And when he sold the medicine, it actually worked and it started curing people of their disease. അവൻ ആ മരുന്ന് വിറ്റത്തേക്ക് അത് ശരിക്കും പ്രയോജനമാകുകയും ആൾക്കാരുടെയൊക്കെ അസുഖം മാറാനും തുടങ്ങി. And this news spread like a wildfire and people from far away land including his own former boss came to visit him for the medicine. ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയും ദൂരെ നിന്നൊക്കെ ആൾക്കാർ അവൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ വന്നു. കാരണം ഈ പകർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിക്ക് വേറെ ഒരു മരുന്നുമില്ലായിരുന്നു. ആൻഡ് സെല്ലിങ് ദാറ്റ് മെഡിസിൻ ഹി ബിക്കെയിം റിയലി റിച്ച്. എന്നിട്ട് ആ മരുന്നെല്ലാം വിറ്റിട്ട് അവൻ ശരിക്കും ധനികനായി. ബട്ട് വൺ ഡേ എ ബുദ്ധിസ്റ്റ് മോങ്ക് came to visit him and told him that his wife is a demon hiding in human form. പക്ഷേ ഒരു ദിവസം ഒരു ബുദ്ധ സന്യാസി അവനെ കാണാൻ വന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഭാര്യ ഒരു പിശാചാണ്, ഒരു മനുഷ്യരൂപത്തിൽ വന്ന് പിശാചെന്ന് പറഞ്ഞു. That statement made him burst with anger and he refused to believe that monk. തൻ്റെ ഭാര്യ ഒരു പിശാചാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവന് ശരിക്കും ദേഷ്യം വന്നു. അതൊരു ബുദ്ധ സന്യാസിയായിട്ട് അവൻ തല്ലെന്ന് കൊടുത്തില്ല, പക്ഷെ വിശ്വസിച്ചില്ല പറഞ്ഞു. Then the Buddhist monk told to him about a special day on which the power of the demons decreases and if he is able to give a special wine to her during that day she can see her real form with his own eyes. അപ്പം ആ ബുദ്ധി സന്യാസി അവനോട് പറഞ്ഞു, മാസത്തിൽ ഒരു പ്രത്യേക ദിവസം ഈ ചെകുത്താന്മാരുടെയൊക്കെ ശക്തി കുറയും. ആ ദിവസം ഈ പ്രത്യേക വീഞ്ഞ് അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിനക്ക് അവളുടെ വിശ്വരൂപം കാണാൻ പറ്റുന്നു. The monk was successful in planting the seeds of doubt in young man's mind. ആ സന്യാസി അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ വിതച്ചു. And when that special day arrives, the young man decided to test whether what the Buddhist monk told is right or not. ആ പ്രത്യേക ദിവസം എന്നപ്പോഴത്തേക്ക് ആ ചെറുപ്പക്കാരൻ ആ ബുദ്ധി സന്യാസി പറഞ്ഞ് ശരിയാണോ തെറ്റാണെന്ന് പരീക്ഷിച്ചൊക്കെ തീരുമാനിച്ചു. So he called his wife and then gave her that wine. അത് കാരണം അവനവൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ആ വീഞ്ഞ് അവൾക്ക് നൽകുകയാണ്. Drinking that, his wife falls unconscious. Then അത് കുടിച്ചെന്നെ അവൾ ബോധം കെട്ട് താഴെ വിടുന്നു. എന്നിട്ട് and then she transforms into a giant white serpent. എന്നിട്ട് അവൾ വലിയൊരു ഭീമാകാരമായ ഒരു വെളുത്ത സർപ്പമായിട്ട് മാറുകയാണ്. Seeing that on that shock, the young man died on the spot itself. അത് കണ്ട് ആ ഞെട്ടലിൽ അവൻ അന്നേരം തന്നെ മരിച്ചു വീഴുകയാണ്. And when his wife regained her consciousness, she found her husband lying dead. എന്നിട്ട് അവൻ്റെ ആ ഭാര്യയ്ക്ക് ബോധം വന്നപ്പോഴത്തേക്ക് അവളുടെ ഭർത്താവ് താഴെ മരിച്ചു കിടക്കുന്ന കണ്ടു. She loved him so much, so wanted to bring him back to life. അവനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, അത് കാരണം അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. And the solution is that she have to get a magical flower which is located in a mystical forbidden forest and which is being guarded by a wise old man. അവനെ തിരിച്ച് ജീവൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
അവൾക്ക് ഒരു മാന്ത്രിക പൂവിൻ്റെ ആവശ്യമുണ്ടാണ്. അത് സ്ഥിതി ചെയ്യുന്ന ഒരു വിലക്കപ്പെട്ട മാന്ത്രിക വനത്തിലാണ്. എന്നിട്ട് അത് ഒരു ബുദ്ധിമാനായ വൃദ്ധനാണ് ആ മാന്ത്രിക പൂവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദർ ഈസ് വൺ പ്രോബ്ലം. ഫോർ എ ഡെമോൺ ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഇൻ ടു ദ മിസ്റ്റിക്കൽ ഫോറസ്റ്റ്, ബട്ട് ദർ ഈസ് നോ ഗ്യാരണ്ടി ഷി ക്യാൻ കം ബാക്ക്. അതായത് ചെറുത്താന്മാർക്കൊക്കെ ആ മാന്ത്രിക വനത്തേക്ക്, വിലക്കപ്പെട്ട ആ മാന്ത്രിക വനത്തേക്ക് പോകാൻ പറ്റും, പക്ഷെ തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഹൗവർ ഷി ഡിസൈഡഡ് ടു ടേക്ക് ദ റിസ്ക് ആൻഡ് ഷി വെൻറ്റ് ടു ദാറ്റ് മിസ്റ്റിക്കൽ ഫോറസ്റ്റ്. എങ്കിലും അവളുടെ ഭർത്താവിന് വേണ്ടി ആ വിലക്കപ്പെട്ട മാന്ത്രിക വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് പോയി. Upon seeing the demon, the old man asked her. ആ പിശാചിനെ കണ്ടപ്പോഴത്തേക്ക് ആ ബുദ്ധിമാനായ വൃദ്ധൻ അവളോട് ചോദിച്ചു, "You are already immortal, very powerful and free to roam wherever you want. And why did you come to the mystical forest knowing you may not be able to go back?" നീ ഇപ്പോൾ തന്നെ അതിശക്തയാണ്, മരണത്തിന് അതീതയാണ്, പിന്നെ എന്തിനു നീ ഈ മാന്ത്രിക വനത്തിലേക്ക് വന്നു? ഇവിടെ വന്നാൽ നീ ഇവിടെ പെട്ടുപോകുന്നെന്ന് അറിഞ്ഞിട്ടും നീ വീണ്ടും എന്തിനു വന്നു എന്ന് ആ വൃദ്ധൻ അവളോട് ചോദിച്ചു. To which she replied, "I love my husband more than anything and I am willing to sacrifice everything for him." അതിന് അവൾ മറുപടി കൊടുത്തു, "ഞാൻ എൻ്റെ ഭർത്താവിനെ എന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു, അവന് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്." Seeing her unconditional love towards her husband, the old man hands over the magical flower to the demon and also told her the secret path to get out of the forest. അവളുടെ ഭർത്താവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ട് ആ വൃദ്ധൻ ആ മാന്ത്രിക പൂവ് അവൾക്ക് കൊടുക്കുകയും എന്നിട്ട് ആ മാന്ത്രിക വനത്തുനിന്ന് പുറത്തു പോകാനുള്ള വഴി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. On her way back, she saw a young man flanked by a knight and another man standing near a burned down house. അവൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ചെറുപ്പക്കാരനെയും ഒരു യോദ്ധാവിനെയും ഒരു കത്തിക്കരിഞ്ഞ് ഒരു വീടിൻ്റെ അടുത്ത് നിൽക്കുന്നു. And also she saw a large crowd approaching them armed with stones and sticks. അതുകൂടാതെ അവൾ കണ്ടു ഒരു വലിയ ആൾക്കൂട്ടം അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് വടികളും കല്ലുമായിട്ട്. However, she didn't interfere and went back to see her dead husband. അവൾ അങ്ങോട്ട് പോകാതെ മരിച്ചെടുക്കുന്ന ഭർത്താവിനെ കാണാൻ പോയി. Upon reaching her husband's dead body, she put the magical flower on his body and then he animates back to life. മരിച്ചെടുക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നത്തേക്ക് അവൾ മാന്ത്രിക പൂ അവൻ്റെ ശരീരത്തിൽ വയ്ക്കുകയും അപ്പോഴത്തേക്ക് അവൻ തിരിച്ച് ജീവനോടെ വരികയാണ്. Upon seeing his wife and understanding it is her who brought him back from death, he said. അവൻ്റെ ഭാര്യയെ കണ്ടപ്പോഴത്തേക്ക് എന്നിട്ട് മനസ്സിലാക്കി അവനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന അവളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പറഞ്ഞു, "Demon or not, you are the woman I married. I love you whoever you are." എന്തു ആയിക്കോട്ടെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചാണ്, നീ എങ്ങനെ ആയിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, കഥയുടെ തീരുവാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ലോകത്തിൽ ആദ്യമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാം വഴി ബ്യൂറോക്രസിയിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്ത് രാജ്യത്തിൻ്റെ പേര് എന്താണെന്നാണ് ഇന്നത്തെ ചോദ്യം. പിന്നെ കഴിഞ്ഞ വർഷത്തെ ചോദ്യം ഗോഡ്സിൻ്റെ അകത്ത് 2 ട്രൈബ്സിൻ്റെ പേര് എന്താണെന്നല്ലേ, അതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞു ജോഷിയേക്കട്ടെ ഇന്നത്തെ സെലൂൺ. Okay friends, I'll be coming back with another story and the right answer. Till then, goodbye.